നമുക്കിന്നൊരു വെറൈറ്റി കാൽക്കുലേറ്റർ പരിചയപ്പെട്ടാലോ? ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും. ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഇനി അതിനു പുറമെ നിങ്ങൾ നോട്ട്സൊക്കെ എഴുതി സൂക്ഷിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ആരെങ്കിലും നിങ്ങളുടെ രഹസ്യങ്ങൾ ഈ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് നോക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം നിങ്ങളെ അറിയിച്ചു തരികയും ചെയ്യും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. ഇനി ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നില്ല എങ്കിൽ CLT എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്നിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഫ്രീ വേർഷൻ ആയതുകൊണ്ട് പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വരണ്ട എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, അത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പരസ്യ ശല്യമില്ലാതെ നമുക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. സിസ്റ്റം എന്ന ഭാഗത്ത് തന്നെയാണ്, ഞാൻ മാറ്റുന്നൊന്നുമില്ല, ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അലോ ആക്സസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാൽക്കുലേറ്റർ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 4 അക്ക പിൻ നമ്പർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓർമ്മയുള്ള 4 അക്ക പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 എന്നാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം സമം എന്ന ഈ ഒരു ഭാഗത്ത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് തന്നെ നിങ്ങൾ റീ എൻ്റർ ചെയ്യുക. 1 2 3 4 എൻ്റർ ചെയ്തു. അതിനുശേഷം സമം എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ ഇവിടെ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ സക്സസ് ആവും. ഓക്കെ, ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം പ്ലസ് ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒഴിഞ്ഞ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈഡ് കോൺടാക്റ്റ്. നമുക്ക് കോൺടാക്റ്റ് ഹൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫയൽ മാനേജർ, നോട്ട്സ്, ആപ്പ് ലോക്ക്, ബ്രൗസർ, അതുപോലെ തന്നെ ഇവിടെ ഹൈഡ് ആപ്സ്, വാൾപേപ്പേഴ്സ്, ട്രാഷ്, ഇൻട്രൂഡർ, ക്യാമറ എന്നൊക്കെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇൻട്രൂഡർ ക്യാമറ എന്ന ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്യാൻ കാണിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എത്ര അറ്റംപ്റ്റിലാണ് നിങ്ങൾക്ക് സെൽഫി എടുക്കേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് 1 ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തെറ്റായ പിൻ നമ്പർ വെച്ചിട്ട് ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചാൽ ഉടനെ നമുക്ക് ഫോട്ടോ സഹിതം അറിയിച്ചു തരും. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിൽ നിന്നും ഫയൽ മാനേജർ തിരഞ്ഞെടുക്കുകയാണ്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഓൾ ഫയൽസ് എന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ കാണിക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ കാണിക്കുമ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫയൽ മാനേജറിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഡൺ കൊടുക്കാം. ഓക്കെ, ഡൺ കൊടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി ഗാലറിയിൽ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഫോട്ടോ കാണാനേ സാധിക്കില്ല. ആ ഒരു ഫോട്ടോ ഹൈഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫോൾഡേഴ്സ് വേണമെങ്കിൽ ഫോൾഡേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗാലറിയിൽ പോയി നോക്കാം ഈ ഒരു ഫോട്ടോ അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഇമേജിൻ്റെ സെക്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ കാണാനേ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ തുറന്ന് നോക്കാം. ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇവിടെ സാധാരണ പോലെ തന്നെ കാൽക്കുലേറ്റർ ആണ് ഓപ്പൺ ആകുക. ഇവിടെ നമുക്ക് സാധാരണ പോലെ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുന്ന പോലെ ഇവിടെ കണക്ക് കൂട്ടാൻ സാധിക്കും. കൃത്യമായിട്ട് ഇത് വർക്ക് ആകുന്നുണ്ട്. ഇനി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ഫയൽ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കൊടുത്ത പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ തെറ്റായ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാണ്. ഓക്കെ, സെൽഫി എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ തെറ്റായ പിൻ നമ്പർ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സമം എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ സെൽഫി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ശരിയായ പിൻ നമ്പർ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇവിടെ ഞാനിത് മായ്ച്ചു കളയാണ്. എന്നിട്ട് നേരത്തെ കൊടുത്ത 1 2 3 4 ഇവിടെ എൻ്റർ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ സമം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ആരോ നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ചെക്ക് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിൽ നിന്നും മാറി നിന്നതുകൊണ്ടാണ് ഇവിടെ ഫോട്ടോ കാണാത്തത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ആര് നമ്മളുടെ ആപ്ലിക്കേഷൻ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഫോട്ടോ എടുത്ത് കാണിച്ചു തരും. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ് ചെയ്ത ഫോട്ടോ എവിടെ പോയി? ഇവിടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എന്ന ഭാഗത്ത് ഇതാ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ദാ ഇവിടെ തന്നെ അൺഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺഹൈഡ് ചെയ്ത് നോക്കാം. അൺഹൈഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഫോൾഡറിൽ തന്നെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അൺഹൈഡ് കൊടുക്കുക. ഇവിടെ നിന്നും അത് അൺഹൈഡ് ആയിട്ടുണ്ട്. ഇനി ഗാലറി നമുക്കൊന്ന് തുറന്നു നോക്കാം. അവിടെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഗാലറി തുറന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഫോട്ടോ അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി എന്തും നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.